നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷമാണ് ഈ വർഷമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ദിവസം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും എപ്പോൾ വേണമെങ്കിലും അത് ഉണ്ടാവുമെന്ന് നമുക്കെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അതായത് ദേശീയ മാധ്യമങ്ങളടക്കമുള്ള സകല മാധ്യമങ്ങളും പ്രീ പോൾ സർവേയും ജന അഭിപ്രായങ്ങൾ എങ്ങനെയാണ് എന്നറിയാനുള്ള സംഗതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ നിരവധി ദേശീയ മാധ്യമങ്ങളടക്കം നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളടക്കമുള്ളവരുടെ പ്രീ പോൾ സർവേകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതുവരെയും കൂടുതൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് അടുത്ത മൂന്നാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. ഭൂരിപക്ഷം എത്രയായിരിക്കും എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. പക്ഷേ ഇത്രയൊക്കെ ആയിട്ട് സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ BJP സർക്കാർ താഴെ പോകുമെന്നോ അല്ലെങ്കിൽ ND മുന്നണി അധികാരത്തിലേറുമെന്നോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നോ ഒക്കെ പറയേണ്ടതാണ്. 2019 നമ്മൾ അങ്ങനെ കണ്ടതാണ്. വ്യാപകമായ രീതിയിൽ കേരളത്തിലടക്കം അത് പ്രചരിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇത്തവണ എന്താണ് എന്നറിയില്ല. അങ്ങനെ കടുത്ത കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള മാധ്യമങ്ങൾ പോലും പത്രങ്ങൾ പോലും അങ്ങനത്തെ ഒരു സർവേയും കൊണ്ട് വരുന്നതായിട്ട് കാണിക്കുന്നില്ല. പേരിനെങ്കിലും അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിൽ മത്സരം കുറച്ചുകൂടി രസകരമാകുമായിരുന്നു എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ടൈംസ് നൗ എന്ന ദേശീയ മാധ്യമത്തിൻ്റെ സർവേ വന്നിട്ടുണ്ട്. അത് ലോക്സഭ 2024 ഈ പ്രീ പോൾ സർവേ ആണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. 378 സീറ്റാണ് NDA സഖ്യത്തിന് അവർ പ്രവചിക്കുന്ന, അതായത് പ്രീ പോൾ സർവേയുടെ കണക്കാണ്. ഇതൊന്നും കൃത്യമാവണമെന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ യാഥാർത്ഥ്യം പുറത്തു വരൂ. കൂടാം കുറയാം, എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ ചില സമയത്തൊക്കെ ഇവർ എടുക്കുന്ന പ്രീ സർവേ ആയിട്ട് ഏതാണ്ട് അടുത്തോ തൊട്ടടുത്തോ അല്ലെങ്കിൽ വലിയ വ്യത്യാസമില്ലാതെയൊക്കെ ചിലപ്പോൾ ഫലങ്ങൾ പുറത്ത് വരാറുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ടൈംസ് നൗ എന്ന ഈ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 378 സീറ്റാണ് NDAക്ക്. ND മുന്നണിക്ക് 120 സീറ്റാണ് പ്രവചിക്കുന്നത്. അതേപോലെ തന്നെ അതേഴ്സ് മറ്റുള്ളവർ എന്ന ആ കൂട്ടർക്ക് 45ആണ്. ഈ മറ്റുള്ളവരിലായിരിക്കാം ഒരുപക്ഷെ CPM പോലുള്ളവർ വരുന്നത്. കാരണം അവർ ഈ ND മുന്നണിയുടെ ഭാഗമാണെങ്കിലും കേരളം പോലുള്ള സ്ഥലങ്ങളിൽ അവരങ്ങനെയല്ല നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ആയിരിക്കാം ഈ 45 കൂട്ടിയിരിക്കുന്നത്. എന്തായാലും ആ 45-നകത്ത് ഇവർ മാത്രമായിട്ട് വരില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ സീറ്റിൽ നിന്ന് കഴിഞ്ഞ തവണ കേരളത്തിലെ കൂടെ കൂട്ടി 3 സീറ്റ് എന്തോ ആണ് കിട്ടിയത്. അതിലും കൂടുതലായിട്ട് 1-2 പ്രതീക്ഷിക്കാം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അല്ലെങ്കിൽ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ കൊടി, അവരെ സംബന്ധിച്ചിടത്തോളം ചെങ്കൊടി, അതൊക്കെ ഉയർത്താം എന്നത് എപ്പോഴത്തെയും പോലെ അവരുടെ ഒരു വിദൂര സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കും. ഇനി ഇതിലേക്ക് വന്നാൽ ലോക്സഭ 2024 എന്ന ഇതിൽ 358 മുതൽ 398 വരെ ആണ് അവരുടെ ഒരു വേള അവർ പ്രവചിക്കുന്നത്. അത് 358 എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞതും. 398 വരെ പോയേക്കാം. 378 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് നിജപ്പെടുത്തിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ ND മുന്നണി 110, 130 എന്നാണ് അവരുടെ കണക്ക്. അതിൽ തന്നെ 120 എന്നുള്ളതിലാണ് അവർ നിൽക്കുന്നത്. പിന്നീട് രസകരമായിട്ടുള്ള സംഗതി YSRCP എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുണ്ട്. അത് YSR കോൺഗ്രസ് പാർട്ടിയാണ്. അത് ആന്ധ്രാപ്രദേശിലെയാണ്. ഒരു പക്ഷേ പ്രാദേശിക പാർട്ടികളിൽ അവർ ഭരിക്കുന്ന ഇടത്ത് വലിയ ഒരു അപ്രമാദിത്വം കാണിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഈ റിസൾട്ട് കാണിക്കുന്നത്. കാരണം അവിടെ 21, 22 സീറ്റോളം അവർ ഏതാണ്ട് മുഴുവനോളം സീറ്റും അവർ തന്നെ നേടുമെന്ന രീതിയിലാണ് കാണിക്കുന്നത്. ആന്ധ്രാപ്രദേശിനെ പറ്റി പറയുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, രാജ്യത്ത് തന്നെ BJPക്ക് ഏറ്റവും കുറച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ളൊരു സംസ്ഥാനമാണ്. ഇവിടെ സാധാരണ കേരളത്തിലുള്ള കമ്മികളും കൊങ്ങികളും ഒക്കെ തള്ളിമറിക്കാറുണ്ട്. ഈ BJPനെ പ്രതിരോധിച്ച് നിർത്തുന്ന ഏക സ്ഥലമാണ് കേരളം. അതൊരു തെറ്റായ ധാരണയാണ്, തെറ്റായ ഒരു വാദമാണ്. കാരണം ഇവിടെ നിരവധി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ BJP ഭരണത്തിലുണ്ട്. ഒരിക്കൽ ഒരു MLA യും കിട്ടിയിട്ടുണ്ട്. വോട്ടിംഗ് ശതമാനവും 15% ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആന്ധ്രാപ്രദേശിൽ അതല്ല. ആന്ധ്രാപ്രദേശിൽ 2% ചില്ലറ മാത്രമേ ഉള്ളൂ അവിടെ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്നത്. യഥാർത്ഥത്തിൽ BJPക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം ഈ ആന്ധ്രാപ്രദേശാണ്. അവിടെയാണ് കടന്നു കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിട്ട് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ BJPയെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയാം. അല്ലാതെ ഇവിടുത്തെ അന്തംകമ്മികൾ അവകാശപ്പെടുന്ന പോലെ കേരളമൊന്നുമല്ല. അപ്പോൾ അവിടെ മാത്രമാണ് ഈ YSR കോൺഗ്രസ് ഒരു പ്രാദേശിക പാർട്ടി എന്ന നിലയിൽ ഒരു അപ്രമാദിത്വം കാണിക്കുന്നത്. ബാക്കി എല്ലായിടത്തും 543 സീറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 378 എന്ന ഭീമാകാരമായിട്ടുള്ള സംഖ്യയിലേക്ക് അത് വർദ്ധിച്ച് 398 വരെ പോയേക്കാം. നരേന്ദ്രമോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രി എന്ന രീതിയിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇത്തരം സർവേകൾ പുറത്തു വരുമ്പോൾ വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ 272 സീറ്റ് വേണം പ്രധാനമന്ത്രിക്ക്.
ആ 272 സീറ്റ് അല്ലെങ്കിൽ 280 സീറ്റ് അത് ഒരു പ്രധാനമന്ത്രിയാവുന്നു, ഭരിക്കുന്നു. ബാക്കി വരുന്ന BJPയുടെ MP മാരെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് തന്നെ പ്രതിപക്ഷം കൂടി ഈ രാജ്യത്തിനുണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണോ മോദിയും കൂട്ടരും പോകുന്നത് എന്ന് തോന്നിപ്പോകുന്നു. കാരണം ആരോഗ്യപരമായിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു ഭരണത്തിന് തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ പ്രതിപക്ഷവും കൂടെ വേണം. ഇവിടെ കാണുന്നത് ചിതറി നിൽക്കുന്ന കുറേ ആളുകൾ. അതിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ 53 അതെന്തായാലും ഇത്തവണ കിട്ടാൻ പോകുന്നില്ല. 50 താഴാം. അത് 34, 40, 44 ഇതൊക്കെയാണ് കോൺഗ്രസ്സിന് പറയുന്ന കണക്കുകൾ. തീർച്ചയായിട്ടും അതത്ര ശരിയല്ല. ഈ കണക്ക് നേരെ തിരിച്ചു വന്നാലും എനിക്ക് അഭിപ്രായം ഇത് തന്നെയാണ്. ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭരണപക്ഷവും വേണം. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് ചൂണ്ടിക്കാണിക്കാൻ വെറും രാഷ്ട്രീയ ആരോപണമല്ല, ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യ സമൂഹത്തിനത് വളരെ ആരോഗ്യപരമായിരിക്കുകയുള്ളൂ. ഇവിടെ പ്രതിപക്ഷം അങ്ങേയറ്റം മോശമായതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയും നരേന്ദ്രമോദിയുടെ ഇമേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രതിച്ഛായ വാനോളം ഉയർന്നു നിൽക്കുന്നതിൻ്റെ കൂടെ ഒരു തെളിവാണ് ഈ പ്രീ പോൾ സർവേകളിലെല്ലാം കാണുന്നത്. തീർച്ചയായിട്ടും അത് പ്രതിപക്ഷത്ത് നല്ല നേതാക്കളില്ലാത്തതും അവർക്ക് ഇതുവരെ ഒരു വിഷൻ അല്ലെങ്കിൽ നാളത്തെ ഭാരതം എങ്ങനെയായിരിക്കണം എന്നതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടില്ല. അത് ജനങ്ങളോട് പറയാനുള്ള കഴിവില്ല, അതിനാർജവമുള്ള നേതാക്കളില്ല. അപ്പോൾ ഇങ്ങനെ തൽക്കാലം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നു 83 വയസ്സ് വരെ, അതായത് 20 വർഷത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദി കാണും. അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, അദ്ദേഹം 83 വയസ്സ് വരെ അവിടെ കണ്ടേക്കും. ഈ 83 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കൂടുതലൊന്നുമല്ല. നമ്മുടെ ഇവിടുത്തെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് 86 വയസ്സായിരുന്നു, 86ഓളം വയസ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതത്ര വലുത് കൂടിയൊന്നുമല്ല. 83 വയസ്സാകുമ്പോഴേക്കും അദ്ദേഹം 20 വർഷം പൂർത്തിയാക്കി മിക്കവാറും രാഷ്ട്രീയ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് കടന്നേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.